അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇന്ന് പരിശുദ്ധമായ മദീനയിൽ മസ്ജിദ് അലി ഇബ്നു അബി ത്വാലിബ് അല്ലെങ്കിൽ മസ്ജിദ് ഇമാം അലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട്. 316-ാമത്തെ ഗേറ്റിൽ നിന്ന് പുറകോട്ട് വന്നാൽ സലാം ഗേറ്റ് അഥവാ പുറത്തെ സലാം ഗേറ്റ്, പള്ളിയുടെ പുറം ഭാഗത്തെ ഗേറ്റ്, അതാണ് 316 വരുന്ന ഗേറ്റ്. ആ ഗേറ്റിലൂടെ പുറകോട്ട് വന്നാൽ കാണുന്ന പള്ളിയാണ് മസ്ജിദ് അലി. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ പള്ളിയുടെ പരിസരത്താണ് ഞാനുള്ളത്. ആ പള്ളിയുടെ മുൻഭാഗത്താണുള്ളത്. ഇതാണ് ആ പള്ളിയുടെ ചരിത്രമെന്നും കഥയെന്നും നമുക്ക് ഇൻഷാ അല്ലാഹ് നോക്കാം. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ അറിയപ്പെടുന്ന സുപ്രസിദ്ധമായ പള്ളിയാണ് മസ്ജിദ് ഇമാം അലി. 16-ാം ഗേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ കാണപ്പെടുന്ന പള്ളിയുടെ സ്ഥാനത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലായി പെരുന്നാൾ നിസ്കാരം നടക്കുകയും മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ഇവിടെ വെച്ച് ഉണ്ടാവുകയും ചെയ്തതിനാലാണ് പിൽക്കാലഘട്ടത്തിൽ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ഈ പള്ളി നിർമ്മിക്കാനുണ്ടായ കാരണം. ഏകദേശം ആദ്യ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവാണ് പള്ളി ഈ രൂപത്തിൽ നിർമ്മിച്ചത്. അതിനുശേഷം പല തവണകളിലായി പുനർനിർമ്മാണം നടന്നിട്ടുണ്ട്. സൗദി രാജാക്കന്മാരുടെ കാലത്തും നന്നായിട്ട് പരിപാലനവും പുനർനിർമ്മാണവും ഒക്കെ നടന്നിട്ടുണ്ട്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ അനുസ്മരിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾക്ക് ഓർമ്മ വരുന്ന ചരിത്രമാണ് ഖൈബർ കോട്ടയുടേത്. അലി റളിയല്ലാഹു തആല അൻഹുവിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭിച്ച മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ച ഒരു യുദ്ധമായിരുന്നു ഖൈബർ യുദ്ധം. കാരണം ആ സമയത്ത് യഹൂദികളുമായിട്ടുള്ള പോരാട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യങ്ങളും ഖൈബറിലെത്തുകയും യഹൂദികൾ ഒന്നടങ്കം ഖൈബർ കോട്ടയ്ക്ക് അകത്ത് കയറുകയും അവർ പുറത്തു കടക്കാതിരിക്കുകയും വലിയൊരു യുദ്ധത്തിൻ്റെ ഒരു അവസരം എത്തുകയും ചെയ്തപ്പോൾ കോട്ട മുസ്ലിമീങ്ങൾ ഉപരോധിക്കുകയും അവസാനം യഹൂദികളുമായിട്ടുള്ള തുറന്ന യുദ്ധത്തിന് വേദി ഒരുങ്ങുകയും ചെയ്തു. യഹൂദികളുമായിട്ടുള്ള ആ പോരാട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുക്കാൻ വേണ്ടി മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ അന്വേഷിച്ചപ്പോൾ മഹാനവർകൾ കണ്ണിന് ചെങ്കണ്ണ് ബാധിച്ചുകൊണ്ട് കിടക്കുകയാണെന്ന വിവരമാണ് അറിഞ്ഞത്. എങ്കിലും ഉടനെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന് അവിടുത്തെ ഉമിനീരെടുത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിൽ പുരട്ടിക്കൊടുക്കുമ്പോൾ മഹാനുകളുടെ ചെങ്കണ്ണ് പൂർണ്ണമായി മാറുകയും പിന്നീട് കാഴ്ച ഇരട്ടിയാവുകയും ചെയ്തു എന്ന് മഹാനുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഖൈബർ പോരാട്ടം നടക്കുകയും മഹാനുകൾ വളരെ അധികം തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടും അവിടുത്തെ പ്രത്യേകമായ കറാമത്ത് കൊണ്ടും ആ ഖൈബർ യുദ്ധം ജയിച്ചടക്കുകയും ചെയ്തു. എത്രത്തോളം ഖൈബർ യുദ്ധം നടക്കുമ്പോൾ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു മുറഹിബ് രാജാവുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് മഹാനവകളുടെ പരിച പൊട്ടിപ്പോവുകയും കോട്ടവാതിൽ പറിച്ചെടുത്ത് പരിചയായി ഉപയോഗിക്കുകയും ചെയ്തു. യുദ്ധം കഴിച്ചതിന് ശേഷം നിരവധി സ്വഹാബാക്കൾ ശ്രമിച്ചിട്ടും ആ കോട്ടവാതിൽ ഉയർത്താൻ വേണ്ടി സാധിച്ചില്ല. അത്ര കണ്ട് കറാമത്തുകൾക്കും ധീരതയ്ക്കും ഉടമയാണ് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു. മഹാരഥന്മാരുടെ പാത പിൻപറ്റി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.